അപ്പോൾ ഫസ്റ്റ് തന്നെ ട്രിപ്പ് ഇതാ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച്, ഫുൾ ടാങ്ക് ഒന്നല്ല എന്നാലും അടിച്ച്, ഹാഫ് ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് നമ്മളുടെ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുന്നു. അപ്പം എല്ലാവർക്കും വെൽക്കം ടു വ്ലോഗ്. ഹലോ ഗൈസ്, രാവിലെ തന്നെ സൺകിസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുന്നു. വി ആർ ഗോയിങ് ടു നിലമ്പൂർ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഇതിന്, രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം. ഇതിന് ട്രിപ്പ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. വി ആർ ഗോയിങ് ടു മൈ സ്റ്റുഡൻറ്റ് ഹോം. ഒരു സൗദിയിലായിരുന്നു, കുറച്ച് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം 2-3 വീക്സായി നാട്ടിലെത്തിയിട്ട് കുറേ കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. പനി, കല്യാണത്തിരക്ക്, അങ്ങനെ ഓരോന്നായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇനിയും ലേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു തിരിച്ച് സൗദി പോയതായിരിക്കും. അതിനെക്കൊണ്ട് ഇപ്പോൾ ഏതായാലും വെക്കേഷനാണ്. ഡിസംബർ 25th ക്രിസ്മസ് ആണ്. മെരി ക്രിസ്മസ്. അപ്പം ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും ആ ഭാഗത്തൊക്കെ പോകണല്ലേ, അപ്പോൾ അവിടെയുള്ള 2-3 സ്പോട്ടും കൂടി നമുക്ക് കവറപ്പ് ചെയ്യാം. 2-3 സ്പോട്ട് കവറപ്പ് ചെയ്യാം. ഒരു വാട്ടർഫാൾസ് ഉണ്ട്, എന്താണ് അതിൻ്റെ പേര്? അതയൻ വാട്ടർഫാൾസ്, അതയൻ പാറ വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ തേക്ക് മ്യൂസിയം ഉണ്ട്. പിന്നെ മറ്റേ പേരെന്താ, കനോലി പ്ലോട്ട്. അങ്ങനെ 3 സ്പോട്ടാണ് നോക്കി വെച്ചത്. ഇനി തിരിച്ചു വരുമ്പോൾ നമുക്ക് നാടുകാണി കയറി, വയനാട് കയറി, അങ്ങനെ തിരിച്ചു വരാം. വയനാടൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ ഇതേപോലെ പോയി. നോ, അതിന് മുന്നത്തേനും ബാംഗ്ലൂർ. കഴിഞ്ഞ ഡിസംബറിൽ ഇതേമാതിരി ക്രിസ്മസിൻ്റെ ടൈമിൽ, ക്രിസ്മസ് കഴിഞ്ഞിട്ടേനും മുന്നേ ഒന്നും ഓർമ്മയില്ല, നമ്മൾ വയനാട്ടിൽ പോയി. വയനാട്ടിലൊക്കെ പോയിട്ട് ഇപ്രാവശ്യം അന്ന് ബൈക്ക് എടുത്ത് പോയത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ കറങ്ങി തിന്ന് നിലമ്പൂർ, നാടുകാണി, വയനാട്, കൽപ്പറ്റ വയനാട്, മേപ്പാടി ചുണ്ടേല് വയനാട്, വെയ്യല്ലേ മറ്റേ കൂടി കയറാലോ. അപ്പോൾ അങ്ങനെ കയറി സൺകിസ്ഡാണ് കയറി. നമുക്ക് ഇങ്ങനെ കറങ്ങിയിട്ട് വയനാട് വഴിയൊക്കെ പോയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോയിട്ട് വരാം. നല്ല കിസി. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു സാധനം വാങ്ങാൻ വേണ്ടിട്ട് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. 2-3 ഐറ്റം കൂടി വാങ്ങണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇന്നലെ നൈറ്റിലുള്ളിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ചു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ നേരത്തെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നലെ പോയി വാങ്ങിച്ചു. അതൊക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും പറയുന്നു, വെൽക്കം ടു അനദർ വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരൊന്നും ചെയ്യില്ല, അതാണ് ഇപ്പോൾ പുതിയ പോളിസി. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താല്പര്യമില്ലാത്തവരും ഒന്നും ചെയ്യണ്ട. ഓക്കെ, അങ്ങനെ ഉണ്ട് പുതിയ പോളിസിയാണ്. കുറച്ചയച്ച് തുടങ്ങണം. കാരണം കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്, തീരെ സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. കാണുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ ലൈക്ക് അടിക്കുന്നില്ല ആരും. ഇല്ല, അവർക്ക് താല്പര്യമില്ലേക്കും പോയി ചെയ്യേണ്ട. ഇഷ്ടമില്ലാത്തവർ ചെയ്യണ്ടോ, അതൊക്കെ ഇതിനൊക്കെ എത്തും. ഇനി നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കണം, കുറച്ചങ്ങോട്ട് പോയിട്ട് കുടിക്കാല്ലേ. ഇപ്പൊ ടൈം അതിനെ കുറച്ചങ്ങോട്ട് പോയിട്ട് കുടിക്കാന്ന് പറഞ്ഞത്. 7:20 കുറച്ചങ്ങോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിക്കും. ചെറിയ കട്ട ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങി
വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ കിടക്കണം. കുറച്ചുകൂടെ പോയതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തുന്നു. ഇപ്പം സമയം 8:30. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും. അപ്പോൾ നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറാട്ട ആൻഡ് മീൻകറി. എന്ത് മീൻകറി പറഞ്ഞേ? ബേദൽ. അവിടുത്തെ എന്തോ സാധനമാണ്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. മുകളിലേക്കല്ല, ഫ്രണ്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ ഫസ്റ്റ് പോകുന്നത് അടയൻപാറ വാട്ടർഫാൾസ്, അവിടേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഇന്നലെ രാത്രി ഇന്ന് കേൾക്കി കാറാണ്, പൊടി മാറി, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, നല്ല മീൻകറിയും പൊറാട്ടയും കഴിച്ചു. നല്ല ഫുഡ്. അപ്പോൾ നമ്മളുടെ വാട്ടർഫാൾസിലേക്ക്, അധയൻ വാട്ടർഫാൾസ് തന്നെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഈ റൂട്ടിൽ ഇങ്ങനെ പോകേണ്ടി വരും. നിങ്ങൾ സ്ഥലം കണ്ടിട്ടില്ലേ? അവിടെ പോയി കല്ല് പോയി വെള്ളത്തിൽ കളിച്ചിട്ട് കണ്ണി നല്ല വെയിറ്റ് ഉണ്ട്. വന്നിട്ട് വെള്ളം കാണാത്ത കടലിച്ചതാണ്. കുറച്ച് വെള്ളം അതാണ് നല്ലത്. അതാകുമ്പോൾ കളിക്കാൻ സുഖം. ഇറങ്ങി കളിക്കൊന്നുമില്ല, കാലിട്ട് ആ വഴി ആണ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നത്. ഇതിന്റെ ആ ഭാഗത്ത് വരെ വെള്ളം ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തൊക്കെയോ തള്ളി വിളിച്ചു കേട്ടോ. അല്ല കേട്ടോ, ഞാൻ കൊറേ യൂട്യൂബ് വീഡിയോ ഒക്കെ ആ ഗേറ്റിന്റെ അങ്ങോട്ട് വെള്ളം ഉണ്ടാവില്ല, ആ ഭാഗത്തേക്ക്. പക്ഷെ അതിന്റെ അപ്പുറം എന്നോട് പറഞ്ഞു ഹോസിൽ ഒലിച്ചു വരുമ്പോ നല്ല വെള്ളം ഉണ്ടാവും. വെള്ളത്തിൽ കാലിട്ട് ഇങ്ങനെ ഇരിക്കണം, കാലിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇവിടേക്കൊന്നും പോകാൻ പറ്റില്ല. നല്ല ആയുണ്ട് ശരിക്കും കാണുമ്പോ, ക്യാമറ തോന്നായിട്ടാണ്. ഇതേമാതിരി രക്ഷിക്കാൻ എന്താണ്
ക്യാമറയിൽ കുന്നിക്കൂര് മാതിരി കാണുമല്ലോ വേസ്റ്റൊക്കെ. കാട് അമിതാക്കൾക്ക് പറ്റിയ സ്ഥലല്ലേ. കയറിക്കൊഞ്ഞ് കുറച്ച് കയറാനുള്ളൂ, എന്നാലും കഫും കെട്ടലൊന്നും റെഡി ആവത്തോണ്ട് ശ്വാസം മുട്ടണം. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചിങ്ങനെ ഇരിക്കുന്ന ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുത്ത് പോവാം. ധൃതിയിൽ പോയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ശരി, റെസ്റ്റ് എടുത്തിട്ട് ഇത് അടയനല്ല, ആദ്യൻ പാറ വെള്ളച്ചാട്ടം അങ്ങനെയാണ് എഴുതി വെച്ചത്. അടയൻ അത്ര ഞാൻ വായിച്ചത്. തേക്ക് മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലൊക്കെ കയറി കാണാം. നല്ല ഉറക്കു തോന്നും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലൊക്കെ കയറി കാണാം. സൈറ്റൊന്ന് ഉറങ്ങിയിട്ട് നമ്മളിനി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. തേക്ക് മ്യൂസിയം കയറി ടിക്കറ്റ് എടുക്കാം. ഉണ്ടാവും എന്ന് ശാസ്ത്രം പറയും. കേട് വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇത് കേട് വന്നാൽ പ്രോബ്ലംസ്. വലിയ സംഭവമാക്കി കാണാനൊന്നും ഉള്ള സംഭവങ്ങളൊന്നുമില്ല. തേക്ക് കൊണ്ടുള്ള പല ഐറ്റംസും ഉണ്ടാക്കി വെച്ചതുണ്ട്. പിന്നെ അതിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അത് എങ്ങനെയാണ് അതിൻ്റെ വളർച്ച കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മ്യൂസിയം ഐറ്റംസാണ്. ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യമില്ലാത്ത മേഖല ആയതുകൊണ്ട് വല്ലാണ്ട് അവിടെ ചുറ്റിത്തിരിയാൻ നിന്നൊന്നുമില്ല. വേഗം അങ്ങോട്ട് പരിപാടി തീർത്ത് ജസ്റ്റ് ഒന്ന് കണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഗാർഡനും അതുപോലെ അടിപൊളിയായിട്ട് സെറ്റൊക്കെ ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ചിൽഡ്രൻസിൻ്റെ പാർക്കും ഉണ്ട്. അപ്പം അങ്ങനെ എൻജോയ് ചെയ്ത് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യമുള്ളവരും ഇങ്ങനെ എവിടെയെങ്കിലും പോയാൽ മതി എന്നുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഈ ചെടികൾക്കും മരത്തിനൊക്കെ പേരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് താല്പര്യമില്ല ഒന്ന് വായിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇടയിൽ കൂടെ നടന്ന് ഇങ്ങനെ പോകുന്നു. തേക്ക് മ്യൂസിയം കണ്ടു കഴിഞ്ഞു. എന്താണ് തേക്ക് മ്യൂസിയത്തിന് നിങ്ങളുടെ അഭിപ്രായം? പറയൂ, നിങ്ങൾക്കാണ് തോന്നെ പറയാം. 50 ഉറുപ്പ്യക്കുള്ള ഒന്നുമില്ലല്ലേ? പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു പാർക്കുണ്ട്, അത്ര തന്നെ. നമ്മളെ വീട്ടിൻ്റെ ബാക്കിലുണ്ടല്ലോ ഫോറസ്റ്റ്. ഇതെന്തോ വലിയ ലൈക്കില്ലേ. ഞാൻ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം വന്ന വലിയ ഓർമ്മ ഒന്നുമില്ല എന്തേനെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ടിൻ്റെ പേരെന്താ? കോളനി. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. നമ്മളിതിന് വന്നാലല്ലോ. അപ്പൊ ഏതായാലും ഇവിടെ അടുത്തുള്ള 2 നേരെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ
ഞാൻ പരിപാടി കഴിച്ച് വേറെ പറ്റുന്ന മറ്റേ മസാല കൂടി കഴിക്കും പോയിന്. ഇപ്പൊ അങ്ങനായോ? അല്ലേ ഉച്ചക്ക് പോയിട്ട് എന്താ വെച്ചാല് വേറെ പ്രശ്നം എന്താ വെച്ചാല് മസാല കൂടി കേറിയിട്ട് ഗുണ്ടൽപേട്ട് പോയി തിരിച്ച് മുത്തങ്ങ വൈക്ക് വരുമ്പോ ലേറ്റ് ആയി കഴിഞ്ഞാൽ മുത്തങ്ങയിൽ പിന്നെ കേറ്റൂല. അതും നോക്കണം. 50 ഉറുപ്പ്യ ഏതായാലും പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മളെ മെയിൻ ഉദ്ദേശം ഇതല്ലല്ലോ, ട്രിപ്പ് വരിക, സ്ഥലങ്ങൾ കാണാന്നുള്ള ഇല്ലാത്തത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. മെയിനായിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് വരാമെന്നാണ്. കാരണം ഞാൻ ഇപ്പോൾ 1 year ആയിപ്പോൾ അവർക്ക് എടുത്തുകൊണ്ട് നിൽക്കുന്ന ക്ലാസ്. അപ്പോൾ അത്രയും അറ്റാച്ച്മെൻ്റ് ആയത് ഓൺലൈൻ ത്രൂ മാത്രം കാണുന്നവരെ നേരിട്ട് കാണാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നല്ലൊരു തന്നെ വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. ഓർക്കും എന്നെ കാണണമെന്നുണ്ട്, എനിക്കും അവരെ കാണുന്നുണ്ട്. അപ്പോൾ 2 പേർക്കും പറ്റിയൊരു ടൈം ഏകദേശം ഒത്തു വന്ന സ്ഥിതിക്ക് പിന്നെ അത് മിസ്സാക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഇനി ഞങ്ങൾ പോകുന്നത് നേരെ ഓരോ വീട്ടിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, എന്തൊക്കെയാണോ എനിക്കിഷ്ടമുള്ളത് എന്ന് കണ്ടറിഞ്ഞിട്ട് അതൊക്കെ സെറ്റ് ചെയ്തു. അത് നമ്മളിങ്ങനെ ഓരോ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ വർത്തമാനത്തിൽ ഓരോന്നൊക്കെ പറയുമല്ലോ ഫുഡിൻ്റെതൊക്കെ, അങ്ങനെ കണ്ടുപിടിച്ച് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് ഏകദേശം ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ. ഓൾറെഡി 3 മണി ആയിട്ടുണ്ടായിരുന്നു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വഴിയേ അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാക്ക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇഗ്നോർ ചെയ്യാം കേട്ടോ, അല്ലേ രാത്രി ഇരുന്ന് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ഇട്ടാൽ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം.